എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ മാസം വരികയാണ്. എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും ഏപ്രിൽ മാസം എനിക്ക് എങ്ങനെയായിരിക്കും എന്ന്. ഗ്രഹഗോചര മാറ്റം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കർക്കിടക രാശിയിൽ വരുന്ന പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ ഗ്രഹഗോചര ഫലത്തെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. ഏപ്രിൽ മാസം നിങ്ങളുടെ തൊഴിൽ ജീവിതം എങ്ങനെയായിരിക്കും, അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക നിലവാരം എങ്ങനെയായിരിക്കും, കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കും, ലവ് റിലേഷൻഷിപ്പൊക്കെ എങ്ങനെയായിരിക്കും, കുടുംബജീവിതം എങ്ങനെയായിരിക്കും, ബിസിനസ് ഏത് അവസ്ഥയിലായിരിക്കും പോകുന്നത് ഏപ്രിൽ മാസത്തിൽ, അതുപോലെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയുടെ അവസാനം ജ്യോതിഷപ്രകാരമുള്ള പരിഹാര മാർഗങ്ങളും പറയുന്നതാണ്. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഈ ഫലം പറയുന്നത് ഏപ്രിലിലെ ഗ്രഹഗോചര ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഗ്രഹഗോചര ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന കാര്യത്തെപ്പറ്റി ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ആരെയും ഭയപ്പെടുത്താനോ മറ്റുമല്ല. അതുപോലെ ഈ ഫലങ്ങൾ പൊതുവായി വരുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാതക വിവരണങ്ങൾ അല്ല. കർക്കിടക കൂറുകാർക്ക് എന്തൊക്കെ പൊതുഫലങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ സംഭവിക്കുക എന്ന് നോക്കാം. ആദ്യം അവരുടെ തൊഴിൽ സ്ഥിതി എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം. 10ാം ഭാവാധിപനായ കുജൻ 8ാം ഭാവത്തിൽ ശനിയുടെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജന്മസ്ഥലത്ത് നിന്ന് ദൂരെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരോ ഒക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. എന്നാൽ സ്വന്തം സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ വല്ലാത്തൊരു പ്രഷറൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ ജോലിയിൽ ഒരു നിശ്ചിത ടാർഗറ്റും ഉണ്ടാകുന്നതാണ്. ഏപ്രിൽ 23-ാം തീയതി കുജൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നതാണ്. 23-ാം തീയതി വരെ തൊഴിൽ സ്ഥലത്ത് നല്ല ശ്രദ്ധയൊക്കെ ഉണ്ടാകേണ്ട സമയമാണ്. കൂടെ ജോലി ചെയ്യുന്നവരോട് ഇടപെടുന്നത്, അവരോട് സംസാരിക്കുന്നത് ഒക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ 2ാം ഭാവാധിപനാണ് വാക്കിൻ്റെ കാരകൻ. ആ 2ാം ഭാവാധിപനെ ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. അപ്പം ഗ്രഹണം ബാധിച്ച ഒരു വ്യക്തിക്ക് എന്തൊക്കെ സംസാരിക്കാൻ പാടില്ലാത്തതൊക്കെ ചിലപ്പോൾ സംസാരിച്ചു എന്നിരിക്കും. 23-ന് ശേഷം ജോലിയിലൊക്കെ ഉണ്ടായിരുന്ന വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ മാറി ജോലിയിൽ ഊർജ്ജസ്വലതയോടെയൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതും, ജോലിയൊക്കെ നഷ്ടമായവർക്കാണെങ്കിൽ ആ ജോലിയൊക്കെ തിരികെ ലഭിക്കുന്നതുമാണ്. 15-ാം തീയതി വരെ ഭാഗ്യത്തിനൊക്കെ ഗ്രഹണം ബാധിച്ച അവസ്ഥയായിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും 15-ാം തീയതിക്ക് ശേഷം അനുകൂലമായ അന്തരീക്ഷമൊക്കെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ബിസിനസ് ചെയ്യുന്നവരും മാസത്തിൻ്റെ പകുതി വരെയൊക്കെ ബിസിനസ്സിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. മാസാവസാനമൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ്. ധനപരമായ കാര്യം നോക്കുകയാണെങ്കിൽ 2ാം ഭാവാധിപൻ ഗ്രഹണത്തിൻ്റെ അവസ്ഥയിലാണ് ഏപ്രിൽ 13 വരെ. ശനിയും കുജനും 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുമുണ്ട്. അതിനാൽ അനാവശ്യമായ ചിലവുകളൊക്കെ ധാരാളം വരുന്നതാണ്. ഏപ്രിൽ 13 വരെ ധനപരമായ കാര്യങ്ങൾക്കൊക്കെ തടസ്സവും, കിട്ടാനുണ്ടായിരുന്ന പൈസയൊക്കെ കിട്ടാൻ താമസവും ഒക്കെ നേരിട്ടേക്കാം. ഏപ്രിൽ 13-ന് 2ാം ഭാവാധിപനൊക്കെ ഗ്രഹണം മാറും. അതുപോലെ ലാഭസ്ഥാനാധിപനും ഉച്ചരാശിയിലാണ്. എങ്കിലും ശനിയുടെയും ചൊവ്വയുടെയും ഒക്കെ ദൃഷ്ടി 2ലോട്ടുള്ളതിനാൽ പ്രതീക്ഷിച്ച ഒരു സാമ്പത്തികം കയ്യിൽ വരണമെന്നും ഇല്ല. എന്നാലും മാസത്തിൻ്റെ ആദ്യ ഭാഗത്തേക്കാൾ പുരോഗതി അവസാന ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് ഏപ്രിൽ മാസം. ഇനി വിദ്യാഭ്യാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും അതിനൊക്കെ ഒരു പ്രയോജനവും ലഭിക്കണം എന്നില്ല. കാരണം 5ാം ഭാവാധിപൻ 8ാം ഭാവത്തിലാണ്. മനസ്സൊക്കെ പഠനത്തിൽ ഉറച്ചു നിൽക്കണം എന്നില്ല. പഠനത്തിൽ നിന്ന് ശ്രദ്ധ മാറി വേറെ വഴിക്കൊക്കെ തിരിയാൻ സാധ്യതയുണ്ട്. ആ ശ്രദ്ധ വീണ്ടും തിരിച്ച് പഠനത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരുന്നതാണ്. സൂര്യൻ 13-ാം തീയതിക്ക് ശേഷം ഉച്ചരാശിയിൽ വരും. കുജൻ 23-ാം തീയതി ഭാഗ്യസ്ഥാനത്തേക്ക് വരും. 13-ാം തീയതിക്ക് ശേഷം മാറ്റങ്ങൾ കാണാം. എങ്കിലും പരീക്ഷകളൊക്കെ 23-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതിന് മുന്നേ ഒക്കെ പരീക്ഷയൊക്കെ നടക്കുന്നവർ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഉപരിപഠനം, വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഒരു നല്ല സമയം 20-ാം തീയതിക്ക് ഒക്കെ ശേഷമാണ് വരുന്നത്.
ലവ് റിലേഷൻഷിപ്പൊക്കെ ഉള്ളവർ 20-ാം തീയതി വരെ ശ്രദ്ധയൊക്കെ കൊടുക്കണം ബന്ധത്തിൽ. കാരണം ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ, വഴക്കുകളൊക്കെ ഉണ്ടാകാം. 20-ാം തീയതിയൊക്കെ വരെ എന്ത് കാര്യത്തിനാണ് വഴക്കുണ്ടായത് എന്ന് പോലും അറിയാൻ വയ്യാതെ വഴക്ക് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരാം. അതുപോലെ ദേഷ്യമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. 20-ാം തീയതിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂല അവസ്ഥയിലൊക്കെ എത്തും. കാരണം കുജൻ ശനി യോഗത്തിൽ നിന്ന് കുജൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നതാണ്. പുതിയതായി വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് അത്ര ഒരു അനുകൂല അവസ്ഥയിൽ ആയിരിക്കില്ല ഏപ്രിൽ മാസം വരാൻ പോകുന്നത്. അതുപോലെ വിവാഹ ജീവിതത്തിലാണെങ്കിൽ 7-ാം ഭാവാധിപൻ സ്വക്ഷേത്രമായ 7-ാം ഭാവാധിപൻ സ്വക്ഷേത്രമായ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അഷ്ടമ ശനി കാലം കൂടിയാണ്. അതുപോലെ കൂടെ കുജനും നിൽക്കുന്നുണ്ട്. 2-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് ഈ ശനിയും കുജനും കൂടി. ഇത് പങ്കാളിക്ക് രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാക്കും. അതുപോലെ ദമ്പതികൾ തമ്മിലും അല്പം സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും വ്യാഴമൊക്കെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ വലിയൊരു പ്രശ്നത്തിലേക്ക് ഒന്നും പോകില്ല. കുടുംബാംഗങ്ങൾ തമ്മിലും സ്വരച്ചേർച്ചയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സ്വജനങ്ങളുടെയൊക്കെ വിരോധം പലവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അതുപോലെ കഠിന ക്ലേശങ്ങൾ അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ പലവിധ കാര്യങ്ങൾ കൊണ്ട് ഒരു ബന്ധനത്തിലകപ്പെട്ട അവസ്ഥ തന്നെ ചിലപ്പോൾ ഉണ്ടായേക്കാവുന്നതാണ്. 23-ാം തീയതി കുജൻ രാശി മാറുമ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും അഷ്ടമശനി ദോഷം നിൽക്കുന്നതാണ്. അഷ്ടമശനി ദോഷം ശനിയുടെ രാശി മാറ്റത്തോടു കൂടി മാത്രമേ മാറുകയുള്ളൂ. ആരോഗ്യകാര്യം നോക്കിയാൽ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്നതിനാൽ യാത്രയിലും മറ്റും ഭക്ഷണകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടായേക്കാം. 7-ാം ഭാവാധിപൻ അഷ്ടമത്തിലാണ്. എല്ലാ രീതിയിലും ഭാഗ്യം തരുന്ന 9-ാം ഭാവം 13-ാം തീയതി വരെ ഗ്രഹണാവസ്ഥയിലുമാണ്. എന്ത് ചെയ്യണമെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരുന്ന ഒരു സമയം ആണ് ഈ ഗ്രഹണ സമയം. അഷ്ടമത്തിൽ അഗ്നിമാരുത യോഗം കൂടി ഉള്ളതിനാൽ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അഗ്നി വൈദ്യുതിയൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ബന്ധനത്തിൽ എന്ന പോലെ ആശുപത്രിവാസം വരെ വേണ്ടി വന്നേക്കാവുന്ന അവസ്ഥ വരും. അതുപോലെ രക്തസംബന്ധമായ അസുഖമുള്ളവരും ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാധീനത്തിനായി ദേവി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ശാസ്താവിന് എള്ളുതിരി, നീരാഞ്ജനം ഈ വഴിപാടുകളൊക്കെ കഴിക്കുക. 14-ാം തീയതി വരെ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഓം നമഃ ശിവായ എന്ന മന്ത്രം കഴിയുന്ന തവണ ദിവസവും ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക. പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. അർഹതപ്പെട്ടവർക്ക് ആവശ്യമായ എന്ത് സഹായമാണോ അവർക്ക് ആവശ്യം അതുപോലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെയും അതുപോലെ നേരായ പ്രവൃത്തിയിലൂടെയും നല്ലത് മാത്രം ഏപ്രിൽ മാസം സംഭവിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.